അളിയാ, നിനക്ക് പുല്ലിന്റെ അടുത്ത് വരെ കൈ എത്തുന്നുണ്ടോ? ഇല്ലടാവേ, അതുകൊണ്ട് ഞാൻ ഈ തറ കിടക്കുന്ന കല്ലുമണ്ണൊക്കെ വാരി എടുത്ത് തിന്നുവാ. എടേ, എന്നിട്ട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ഞാനും കുറച്ചെടുത്ത് തിന്നല്ലേ? അതാ നല്ലത്. കുറെ നേരമായിട്ടൊരു കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. കിട്ടിയടാ. പോ അങ്ങോട്ട്. അല്ല പിന്നെ ഇച്ചിക്കൂടെ സ്ഥലം വേണമല്ലേ? അയ്യോ, ഇത് വരുന്നേ ഇല്ലല്ലോ എന്റെ ദൈവമേ. ഞാൻ ഇനി എന്തിരി ചെയ്യുന്നത്? എനിക്ക് കയറിയിരിക്കാൻ കുറച്ചുകൂടെ സ്ഥലം വേണമല്ലേ? എന്നാലും ഈ വീട്ടിലാണ് ഒരു ഫുൾ ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് ഒറ്റക്കിരുന്ന് തിന്ന്. അത് പോട്ടെ. എന്നിട്ട് അതിനന്ന് ഒരു ചിക്കൻ്റെ പീസ് പോലും എനിക്ക് തന്നില്ല. അതും പോട്ടെ. എന്നാലും അങ്ങേർക്ക് ആ ചിക്കൻ്റെ ഒരു എല്ലിൻ്റെ കഷണമെങ്കിലും എനിക്ക് തരായിരുന്നേ. അങ്ങേര് അതുപോലും തന്നില്ലേ. അയ്യോ, എല്ലാ ദിവസവും ഇങ്ങനെ തല കീഴായിട്ട് കിടന്ന് തിന്ന് ഞാൻ മടുത്ത്. ഇങ്ങനെ തിന്നുന്ന സാധനങ്ങളൊക്കെ വയറ്റിനകത്തോട്ട് തന്നെ ആണെന്ന് പോകുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് ഈ ട്രെൻഡ് ഒന്ന് മാറ്റിയെടുത്താലേ പറ്റൂ. നാളെ തൊട്ട് നേരെ നിന്ന് തിന്നണം. എടേ പുറമ്പളെ, നീയൊക്കെ ഇച്ചിരി സ്പീഡ് കുറച്ച് നടയടേ. ഇത് ഈശ്വരോ, വഴി അറിയാൻ വയ്യല്ലേ ഇത്. നീയൊക്കെ എങ്ങനെ നടന്ന ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ പോകും? ഇത് ഈ വഴി ഇതെവിടെ ആയിരുന്നു? അതാണ്ട് അവസാനം എത്തിപ്പെട്ടേ.